ഹലോ ഗൈസ്, എച്ച് ബി റിയാക്സിൻ്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബാദുഷ. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെസ്ലിൻ്റെ പുതിയ മൂവിയായ മോളിവുഡ് ടൈംസിൻ്റെ ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പന ടൈം ആയേക എന്നാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ സോങ് റിയാക്ട് ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. മോളിവുഡ് ടൈംസിലിപ്പോൾ ഒരു വീഡിയോ സോങ്ങാണ് നമ്മൾ കണ്ടത്, അപ്പന ടൈം ആയേക. അപ്പോൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഡാൻസിൻ്റെ ഒരു പരിപാടി പിടിക്കാൻ നെസ്ലെ. നല്ല കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഒരു ദുൽഖറിൻ്റെ ഒരു ശൈലിയൊക്കെ തോന്നും. നല്ല പക്കയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ഇതിനുവേണ്ടി എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആൾ. ഒരു ഡയറക്ടറിൻ്റെ കഥയാണ് പറയുന്നത്. ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു അവൻ്റെ കഥയെന്ന് തോന്നുന്നു മോളിവുഡ് ടൈംസ് കണ്ടിട്ട്. മെയ് 14 എന്തോ റിലീസ് പറഞ്ഞേക്കണേന്നാണ്. അതുപോലെ പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. അഭിനവ് സുന്ദർ നായകൻ്റെ പടം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം രണ്ടാമത്തെ മൂവി. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരുപാട് ചർച്ച ചെയ്ത പടമാണ്. ഒരു നെഗറ്റീവായ ആളുടെ നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു വില്ലത്തരങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ബേസിലൂടെ കഥ പറഞ്ഞ മൂവി. എല്ലാത്തിലും ഇതാണ് തെറ്റെന്നുള്ള രീതിയിൽ മാത്രം പോകുന്നൊരു പടം. നല്ല ഒരു വെറൈറ്റി പടമായിരുന്നു, നല്ല രസമാണ് കണ്ടിരിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒരു ഫ്രഷ് ഫീൽ കിട്ടിയ പടം. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ കാര്യമുള്ള അടിപൊളി ബെസ്റ്റ് റോള് തന്നെയായിരുന്നു. അത് നല്ല വിജയമായ സിനിമ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ പടം വരുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. നെസ്ലിൻ്റെ പുതിയൊരു ക്യാരക്ടറായിട്ട് കാണാം. ഒരു ഫ്രഷ് അതിപ്പോൾ ലുക്സിൽ തന്നെ ഒരുപാട് ഫ്രഷ്നെസ് ഉണ്ട്. പുതിയ രീതിയിൽ പിടിച്ചാണ് ഇപ്പം ഇതിൽ ലുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ താടിയിലാണ്ട് മീശയും മുടിയും വെച്ചിട്ടൊരു ലുക്ക്. ഒരു കളട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ മൂവിയും. ഇപ്പോൾ മെയ് 14 ഇറങ്ങുമ്പോൾ അറിയാം. ഒരുപാട് പ്രതീക്ഷ ഉണ്ട് ഈ പടത്തിന്. മെയിലിൽ ഒരുപാട് പടം വരുന്നുണ്ട്. കാട്ടാളം വരുന്നുണ്ട്, ഇത് മോളിവുഡ് ടൈംസ്, പിന്നെ ദൃശ്യം 3, പിന്നെ പാട്രിയോട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ വലിയ കളക്ഷൻസ് സാധ്യതയുള്ള പടങ്ങളാണ് വരുന്നത്. മോളിവുഡ് ഇൻഡസ്ട്രി ഇനിയും ഉയരങ്ങളിലേക്ക് വളരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ നെസ്ലിൻ്റെ കരിയറിൽ അടുത്തൊരു ടേണിംഗ് പോയിൻ്റ് ആവാൻ ചാൻസ് ഉള്ള പടം കൂടിയാണെന്ന് വിചാരിക്കുന്നു. അവരുടെ കരിയർ സ്ട്രീക്ക് അടുത്ത ഗ്രോത്തിലേക്ക് പോകാൻ ചാൻസ് ഉള്ള പടം. ഇപ്പോൾ നല്ല നല്ല വിജയങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നു. ലാസ്റ്റ് ഇറങ്ങിയ ആലപ്പുഴ ജിംഖാനയിലും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലോകയിലും നല്ല കളക്ഷൻ ആയിരുന്നു. അതിനും പറഞ്ഞ ആലപ്പുഴ ജിംഖാന എല്ലാം അത്യാവശ്യം കളക്ട് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്ന് വീഡിയോ വാങ്ങിപ്പോയി. നമുക്ക് അടുത്ത വീഡിയോ കാണാം.